വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ഒരുപാട് തവണ ആ പേപ്പർ മൂന്നായിട്ട് കീറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് പറ്റുന്നില്ല. ശാലിനി വിഷ്ണുവിനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴാണോ പേപ്പർ മൂന്നായിട്ട് കീറുന്നത് അപ്പോഴും മുതുകവ് തരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്നും പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേപ്പർ എനിക്ക് പണ്ടേ പാരയാണ്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഒറ്റയ്ക്കിരുന്ന് വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് അങ്ങനെ ചെയ്യാനായിട്ട്. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ്. അവിടെ രാജീവിൻ്റെ അപ്പച്ചി സുമംഗലയും ഭർത്താവ് രാമകൃഷ്ണനും മകളുമൊക്കെ അവിടെ എന്തോ മകളുടെ ഇൻ്റർവ്യൂ കാര്യത്തിനായിട്ട് വന്നിട്ട് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അന്നേരം രാജീവിൻ്റെ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് രാമകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം അവളൊരു അടുക്കള ജീവിയാണ്, ആഹാരം എടുത്തു വെക്കാൻ പറഞ്ഞു, ഇതുവരെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഒരുപാട് ശാരികയെ കുറിച്ച് വഴക്ക് പറഞ്ഞ് സംസാരിക്കുകയാണ്. അന്നേരമാണ് ഭക്ഷണവുമായിട്ട് ശാരിക വരുന്നത്. തുടർന്ന് എല്ലാവർക്കും ശാരിക ഭക്ഷണം വിളമ്പുന്നുണ്ട്. തുടർന്ന് മോൾ ഏതുവരെ പഠിച്ചു എന്നൊക്കെ രാമകൃഷ്ണൻ തിരക്കുകയാണ്. അന്നേരം കോളേജിൻ്റെ പടി കണ്ടിട്ടില്ലാത്തവള് കോളേജ് ലെക്ചററുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി കളിയാക്കുകയാണ്. അന്നേരം രാജീവിൻ്റെ പെണ്ണാകാനുള്ള പഠിപ്പൊക്കെ ശാരികയ്ക്ക് ഉണ്ട്. കോളേജ് ലെക്ചററുടെ അമ്മ എവിടം വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഉത്തരം മുട്ടും എന്ന് രാജീവ് പറയുമ്പോൾ വിജയലക്ഷ്മി ഒന്ന് മതിയാക്കുന്നുണ്ട്. തുടർന്ന് ശാരികയെ വിജയലക്ഷ്മി ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത് ഈ രാമകൃഷ്ണനും കുടുംബത്തിനുമൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശാരികയെ കാണുമ്പോൾ തന്നെ രാമകൃഷ്ണനും സുമംഗലയ്ക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. തുടർന്ന് ശാരിക ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം അതിനെ ഒരുപാട് പുകഴ്ത്തി പറയുകയാണ്. നല്ല സൂപ്പർ കോമ്പിനേഷൻ, കൊള്ളാം, കൈപുണ്യം എന്ന് പറഞ്ഞത് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. MA വരെ പഠിച്ചാലും അത് ഫ്രെയിം ചെയ്ത് വച്ചാൽ കൈപുണ്യത്തിന് പകരമാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരികയെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുകയാണ് രാമകൃഷ്ണനും സുമംഗലയും ആ മകളുമൊക്കെ. പക്ഷെ അവർ ശാരികയെ പുകഴ്ത്തി പറയുന്നതൊന്നും വിജയലക്ഷ്മിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇത്രയ്ക്കും പുകഴ്ത്തി പറയാൻ എന്താണുള്ളത് എന്നൊക്കെ പറഞ്ഞ് നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് വിജയലക്ഷ്മി. അന്നേരം കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. രാമകൃഷ്ണനായിട്ടാണെങ്കിൽ ഒരുപാട് ഭക്ഷണപ്രിയനുമാണ്, ഇത് നല്ല കോമ്പിനേഷനാണ് എന്നൊക്കെ പറഞ്ഞ് സുമംഗല വീണ്ടും സംസാരിക്കുന്നുണ്ട് ശാരികയെക്കുറിച്ച്. തുടർന്ന് സുമംഗല വിജയലക്ഷ്മിയോട് ഇവിടെ ഒരു മെസ്സ് തുടങ്ങ്, നല്ല ചിലവായിരിക്കും എന്നൊക്കെ വിജയലക്ഷ്മിയോട് പറയുകയാണ്. അതൊന്നും വിജയലക്ഷ്മിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേസമയം വിഷ്ണു അവിടെ പേപ്പർ കീറാനുള്ള ശ്രമത്തിലാണ്. മുൻപിൽ ചവർ കൂമ്പാരം പോലെ ഒരാഴ്ചത്തെ പേപ്പർ തന്നെ അവിടെ കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ടും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ദൈവമേ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ സങ്കടമൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ഈ സമയത്താണ് ഇതും കണ്ടുകൊണ്ട് പ്രീതി മുകളിലേക്ക് കയറി വരുന്നത്. എന്തോ ആ വിഷ്ണു ഏട്ടാ ഇതെന്ന് ചോദിക്കുമ്പോൾ പെണ്ണെ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ എന്നും പറഞ്ഞ് പ്രീതിയും വഴക്ക് പറയുകയാണ്. പക്ഷെ പ്രീതിക്ക് സംഭവം ഒന്നും മനസ്സിലാക്കാതെ വിഷ്ണു ചെയ്യുന്നത് നോക്കി അത്ഭുതപ്പെട്ട് പ്രീതി കൂടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് എന്തായി എന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് വരുന്നത്. ഇപ്പം ശരിയാവും, ദേ ശാലിനി ഇപ്രാവശ്യം ശരിയായതാണ്. ആ സമയത്താണ് ഈ പെണ്ണിൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞതെന്നും പറഞ്ഞ് പ്രീതിയെ ചൂണ്ടി വിഷ്ണു സങ്കടം പറയുകയാണ്. അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് കളിയാ ശാലിനി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നാ. ഇത് മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടാനുള്ള കളിയാണ് എന്ന് പറഞ്ഞിട്ട് സംഭവം ശാലിനി പറയുന്നുണ്ട്. പക്ഷേ മുതുകവിൻ്റെ കാര്യം ശാലിനി പറയുന്നില്ല. അങ്ങനെ മൂന്നായിട്ട് കീറാൻ സാധിച്ചാൽ വിഷ്ണുവേട്ടൻ ജയിച്ചു എന്ന് ശാലിനി പറയുകയാണ്. അന്നേരവും വിഷ്ണു അത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് ഈ കളിയുടെ പേരെന്താണെന്ന് പ്രീതി ചോദിക്കുകയാണ്. അത് മൂന്നാകുമ്പോൾ മുദ്ഗവ് എന്ന് ശാലിനി പറയുന്നു. പിന്നീടാണ് ശാലിനിക്ക് പറഞ്ഞത് പെട്ടെന്ന് ഓർക്കുന്നത്. അന്നേരം കണ്ണുകൊണ്ട് വിഷ്ണു ബാക്കി പറയല്ലേ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ഇതെന്ത് കളിയാന്ന് പ്രീതി വീണ്ടും ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുകയാണ്. അന്നേരം പ്രീതിക്ക് സംഭവം മനസ്സിലാകുന്നുണ്ട്. ഈ പ്രായത്തിൽ വിഷ്ണുവേട്ടൻ ഈ കളിയൊന്നും പറഞ്ഞ് പ്രീതി കളിയാക്കുന്നുണ്ട്. അന്നേരം ചാടി എഴുന്നേറ്റ് മിസ്സിസ് പ്രീതി അർജുൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും പറഞ്ഞ് വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി ഏറ്റുപിടിച്ച് പറയുകയാണ്, അത് ശരിയാണ്, എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പ്രീതി ഇടപെടണ്ടെന്ന്. അന്നേരം അതെ കാര്യങ്ങൾ ഒന്നാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാകുമല്ലോ, ഞാൻ എന്തായാലും അർജുനേട്ടനോട് ഈ കാര്യം പറയാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പ്രീതി പോകുന്നുണ്ട്. ഇത് സെറ്റാണ്, ഇത് ശരിയാകും, ഉമ്മ തരാൻ റെഡിയായോ എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു പേപ്പർ കീറുകയാണ്. അന്നേരവും രണ്ടായിട്ടേ പേപ്പർ കീറുന്നുള്ളൂ. അന്നേരം ശാലിനി കളിയാക്കുകയാണ്, ശരിയാകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. ആകെ ക്ഷമ നശിക്കുന്ന വിഷ്ണു നേരെ ശ്വാസം വിട്ടിട്ട് ശരിയാകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി വീണ്ടും ചെയ്യുകയാണ്. പിന്നീടും അത് ശരിയാകുന്നില്ല. പണ്ടേ എനിക്ക് പേപ്പർ കണ്ടുകൂടാന്നും പറഞ്ഞ് വീണ്ടും അതെല്ലാം ചുരുട്ടിക്കൂട്ടി വിഷ്ണു എറിയുകയാണ്. ഇതേസമയം രാജീവിൻ്റെ വീട്ടിൽ സുമംഗലയൊക്കെ ശാരികയെ ഒരുപാട് പൊക്കി പറഞ്ഞതിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന വിജയലക്ഷ്മിയോട് കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, കാശ് കിട്ടുന്ന കാര്യമല്ലേ, നീ ന്യായത്തിൽ അവളോടൊന്ന് സംസാരിക്കുക, അവൾ അടുക്കളയിൽ കിടന്ന് മാട് പോലെ പണിയെടുത്തോളുമല്ലോ, നമുക്ക് നല്ല കാശ് കിട്ടും, നീ അവളോട് സംസാരിച്ച് ശരിയാക്കുമെന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അന്നേരം കാശ് കിട്ടുന്ന കാര്യമാണെന്ന്
അങ്ങനെ മനസ്സിലാകുമ്പോൾ വിജയലക്ഷ്മി അത് സമ്മതിക്കുന്നുണ്ട്. ഇതേസമയം കളി തോറ്റ വിഷ്ണു ആകെ പരാജയപ്പെട്ടിട്ട് സങ്കടത്തോടുകൂടി ശാലിനിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ശാലിനി എന്നെ കൊണ്ടത് പറ്റില്ല, എനിക്ക് വേറെ ഗെയിം കുറച്ച് ദേഹാധ്വാനമുള്ള ഗെയിം ആണെങ്കിലും ഞാൻ ചെയ്യാമെന്ന്. അന്നേരം ശാലിനി അത് സമ്മതിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് അടുക്കളയിൽ നിന്ന് ഒരു പപ്പടം എടുക്കാൻ പറയുകയാണ്. പപ്പടം എടുത്തിട്ട് നേരത്തെ പേപ്പർ പിടിച്ച പോലെ പിടിച്ചിട്ട് അത് പൊട്ടിക്കാനായിട്ട് 2 കൈയും വെച്ച് പൊട്ടിക്കാൻ പറയുകയാണ്. പക്ഷെ 3 പൊട്ടാവൂ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അതൊന്നും ചിന്തിക്കാതെ സന്തോഷത്തോടു കൂടി സമ്മതിക്കുകയാണ്. തുടർന്ന് ശാലിനി അടുക്കളയുടെ വാതിൽക്കലേക്ക് പോയിട്ട് 3 മുദ്ദുകവ് പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് 2 കൈയും ചേർത്തങ്ങ് പപ്പടം പൊടിയുമ്പോൾ അതങ്ങ് തവിട് പൊടിയാവുകയാണ്. എടി വഞ്ചകി, നീ എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് അതെല്ലാം വാരി എറിഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ആകെ പിണങ്ങി അടുക്കളയിൽ നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി രാജീവിനോട് വന്ന ശാരിക അമ്മയും അമ്മാവനും പറഞ്ഞു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി വിപുലമാക്കാം, അങ്ങനെ ചെയ്യാമോ, ഒരു മെസ്സ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കാമോ എന്ന് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് വന്ന് ശാരിക രാജീവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് തൻ്റെ നിർബന്ധമാണോ അതോ അമ്മയും അമ്മാവനും കൂടി നിർബന്ധിച്ചിട്ടാണോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം അല്ല, എൻ്റെ നിർബന്ധമാണ്, 30 പവൻ്റെ കടം തീർക്കാനൊന്നും പറ്റില്ല, എന്നെ ഇവിടെ എല്ലാവരും ഒരു അധികപ്പറ്റായിട്ടാണ് കാണുന്നത്, ഞാൻ സാറിൻ്റെ അമ്മയും അമ്മാവനെയും ഒക്കെ നോക്കുന്നുണ്ടല്ലോ, 4 പേർക്ക് വെച്ച് വിളമ്പിയാലും 40 പേർക്ക് വെച്ച് വിളമ്പിയാലും ഒരുപോലെയല്ലേ, ഒരു കുഞ്ഞു സമ്പാദ്യമെങ്കിലും എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ശാരിക സങ്കടത്തോടെ പറയുകയാണ്. അന്നേരം ശാരികയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്കതിന് സമ്മതമാണെന്ന് രാജീവ് പറയുന്നുണ്ട്. അതേസമയം വിപുലമായിട്ട് തുടങ്ങുമ്പോൾ പാത്രങ്ങളൊക്കെ വേണ്ടേ എന്ന് രാജീവ് തിരക്കുകയാണ്. അന്നേരം തൽക്കാലത്തിന് അമ്മയുടെ അടുത്ത് നിന്ന് എടുക്കാം, പിന്നെ വരുമാനമൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. കുടുംബശ്രീയുടെ ചെറിയൊരു ബ്രാഞ്ച് നമുക്ക് ഇവിടെയും തുടങ്ങാമെന്ന് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്. അന്നേരം നന്ദിയുണ്ട് സാറേ എന്നൊക്കെ ശാരിക പറയുകയാണ്. തൻ്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട, താനിങ്ങോട്ട് ഇരുന്നേന്നും പറഞ്ഞ് രാജീവ് തൻ്റെ കട്ടിലേക്ക് ശാരികയെ പിടിച്ച് ഇരുത്തുകയാണ്. അപ്പോഴേക്കും ശാരികയെന്നും പറഞ്ഞ് വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട്. അമ്മ വിളിക്കുന്നു എന്നും പറഞ്ഞ് രാജീവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ശാരിക അങ്ങ് പോവുകയാണ്. ഈ അമ്മയുടെ ഒരു കാര്യമെന്നും പറഞ്ഞ് ആകെ നിരാശനായിട്ട് രാജീവ് റൂമിൽ ഇരിക്കുന്നു. തുടർന്ന് രാവിലെ വസുമതി അർജുനെയും പ്രീതിയും കാണാത്തതിൽ അവരെ കാണുന്നില്ലെന്നൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ചിത്ര പറയുകയാണ്, ഇവിടെ കാണാനിപ്പോൾ ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂ, പ്രീതിയുടെ കുഞ്ഞിന് സത്യഭാമ 1 കോടി രൂപ നൽകുന്നു എന്നതിന് ശേഷമല്ലേ അമ്മയ്ക്ക് ഈ സ്നേഹമൊക്കെ പൊട്ടിമുളച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിത്ര കളിയാക്കുകയാണ്. അന്നേരം എനിക്ക് പ്രീതിയോടൊരു പിണക്കവുമില്ല, നീ നാളെ വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ്, പിന്നെ എന്നെ നോക്കേണ്ടത് അവളല്ലേ, അല്ലെങ്കിലും എൻ്റെ അർജുൻ്റെ കുഞ്ഞിനെ അല്ലേ അവൾ പ്രസവിക്കാൻ പോകുന്നത് എന്നൊക്കെ വസുമതി പറയുകയാണ്. അന്നേരം നാടകമൊന്നും എന്നോട് വേണ്ട, ഇതൊക്കെ അമ്മയുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചാൽ മതി എന്ന് ചിത്ര പറയുകയാണ്. തുടർന്ന് അർജുനും പ്രീതിയും എത്തുന്നുണ്ട്. അന്നേരം അവർ വന്നു എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ്, ആ മോള് വന്നോ, വേറെ അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ, ഇങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ വസുമതി സ്നേഹത്തോടെ പറയുകയാണ്. സംഭവം വസുമതിയുടെ ഭാവമാറ്റമൊക്കെ കണ്ട് പ്രീതിയും അർജുനും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അർജുൻ അങ്ങ് വാവിളിച്ച് നിൽക്കുകയാണ് വസുമതിയുടെ പെരുമാറ്റം കണ്ടിട്ട്. തുടർന്ന് ചിത്രയോട് പ്രീതി മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നൊക്കെ വസുമതി പറയുന്നുണ്ട്. എനിക്ക് ഓൺലൈനിലൊരു ക്ലാസ് ഉണ്ട്, അമ്മ എന്നെ അങ്ങ് എടുത്താൽ മതി എന്നും പറഞ്ഞ് ചിത്ര അവിടെ നിന്നും തടി തപ്പുന്നുണ്ട്. അവൾ പഠിച്ചിട്ടങ്ങ് മജിസ്ട്രേറ്റ് ആകാൻ പോവുകയല്ലേ എന്ന് വസുമതി പറയുകയാണ്. അന്നേരം ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് പ്രീതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. വേണ്ട മോൾ എടുക്കണ്ടെന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ചിട്ട് മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ എടുക്കാമെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം സംഭവത്തിൻ്റെ കിടപ്പൊന്നും മനസ്സിലാവാതെ പ്രീതി അർജുനെ തന്നെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്